അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താണത്? ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 4 വിസിലും മീഡിയം ഫ്ലെയിമിലുമാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ വൃന്ദാർജുൻ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടില് ആദ്യമായിട്ട് അല്ലെ നമ്മുടെ പുട്ടുണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പോ ഇന്നലെ അതിനൊരു സ്റ്റോറി തന്നെയുണ്ട്. നമ്മുടെ കയ്യിൽ പുട്ടുകുറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പൊ ഒരു പുട്ടുകുറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പത്തേക്ക് നമ്മള് ഭയങ്കര ഒഫീഷ്യലി ഒന്നല്ല, പെട്ടെന്ന് കണ്ടപ്പോ തോന്നി പുട്ടുകുറ്റി ആക്കാതല്ല അപ്പൊ അതും രാത്രി പുട്ട് തിന്നാൻ തോന്നിയോ? പിറ്റേന്ന് രാവിലെ പുട്ട് ഇടണം. അപ്പൊ നോക്കുമ്പോ പുട്ട് കുറ്റിയില്ല. ഇന്നിപ്പൊ തന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പോയി. പിന്നെ അത് കിട്ടിയില്ല. പിന്നെ അപ്പൊ ഗൈസ് പോയി കണ്ടിട്ട് വരും. അപ്പത്തേക്കും നമ്മള് ഫസ്റ്റ് ടൈം ആണ് പുട്ടുണ്ടാക്കുന്നത്. പുട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ എത്ര കാലേ കേൾക്കുന്നറിയാം. ഞാൻ മറ്റേ ബാംഗ്ലൂരിൽ പണിയെടുക്കുന്ന മുതൽ നമ്മള് മാറിയപ്പോ മുതൽ കേൾക്കുന്നുണ്ട് പുട്ട് എളുപ്പല്ലേ ഉണ്ടാക്കുക എന്നാണ്. ആക്ച്വലി ഞാൻ പുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പുട്ടും അപ്പൊ നമ്മള് കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടിട്ടുണ്ട്. കുറച്ച് കടല ഉണ്ടാവും. കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പൊ പോയി കണ്ടിട്ട് വാ. അപ്പൊ ഗൈസ്, നമ്മൾ പുട്ടുകുറ്റി മേടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ സ്റ്റോർ പുട്ടുകുറ്റി വന്നിട്ടുണ്ട്. രാമു ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യാൻ രാമുന് വല്ലതും അറിയോ? ഒരു തേങ്ങ അറിയാൻ പാടില്ല. പിന്നെന്താണ് ഈ നോക്കുന്നത്? കൊള്ളാവോ? മൈൻഡ് ആക്കുന്നില്ല. എന്തോ ഭയങ്കര ചെക്കിംഗ് ആണ്. അങ്ങനെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട്? അതിന്റെ പിടി ശരിയല്ല. പിന്നെ നമ്മൾ ആ ഒരു കുടത്തിനകത്ത് ആ കുറ്റി വെക്കുമ്പോ ടൈറ്റ് അല്ല അല്ലേ? നല്ല രസമുണ്ട് രാമോട്ടെ. ഇവിടെ നിന്ന് നീ സുന്ദരനായിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റ്. വീട്ടിൽ വന്ന് പുട്ടുകുറ്റി എടുക്കാന്ന് വിചാരിച്ചപ്പോൾ വീട്ടിൽ ഫുൾ ഇരുട്ട്. രാമുണ്ണനോട് പറഞ്ഞാണ് വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോന്ന്. ഇത് കുറച്ച് ക്രൂവലല്ലേ? കോളിമല അടിക്കണ്ട, നമുക്ക് ഫോൺ ചെയ്യാം. അമ്മോടി എടുത്തോമ്മേ. പിന്നെ അരിപ്പൊടി മാത്രല്ല, ഇതും വേണം. കടലക്കറി എന്നിട്ട് ഇപ്പം വെള്ളത്തിലിടണം. നല്ല കടലക്കറി ആവൂലോ. ലേശം കടല തന്നാ മതി. വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ പുട്ടുകുറ്റി ഇപ്പഴേ ഉണ്ടാക്കാൻ തുടങ്ങാ പുട്ട്. അപ്പൊ ഗൈസ്, നാളെ പുട്ട് റെഡിയായോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ ഷോർട്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് ഒരു പുട്ടുകുറ്റി നമ്മൾ ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനെടുത്ത കഷ്ടപ്പാടുകൾ അല്ലേ. ആദ്യം പോയിട്ട് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. രാമോന്റെ ഭയങ്കര ബുദ്ധി കാരണം നമ്മൾ പല കടകളല്ല 2 കടകൾ കയറി ഇറങ്ങി. എന്തായാലും നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ ഇന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പക്ഷെ ഞാൻ എന്തായാലും എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആളവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ 2 സ്ഥലത്ത് പിമ്പിൾസ്, ഈ ചീക്സിൻ്റെ ഇവിടെ ഭയങ്കര പിമ്പിൾസ് വന്നിട്ടുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം ബാലി പോയില്ലേ, അപ്പോൾ ഭയങ്കര സൺ എക്സ്പോഷർ കാരണം സ്കിൻ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പിമ്പിൾസ് പക്ഷേ കുറവുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ എൻ്റെ ഫോട്ടോ ഇടാം, ആ സമയത്തേക്കാളും ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ക്ലെൻസ് ആയിട്ട് വയ്ക്കാറുണ്ട്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് നമ്മുടെ ഹിമാലയയുടെ പ്യൂരിഫൈ നീം ഫേസ് വാഷ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. കാരണം ഞാൻ +2 സമയത്ത് ടീനേജർ ആയിരിക്കുന്ന സമയത്തേ തൊട്ട് ഇത് ഞാൻ വാങ്ങുന്നൊരു സാധനമാണ്. ആ സമയത്ത് നമുക്ക് +2 പഠിക്കുമ്പോൾ കുഞ്ഞു പിമ്പിൾസ് വരുമ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിക്കും. അതും ചെറുത് ട്യൂബ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും കുറവുണ്ടാവും. അപ്പോൾ പിമ്പിൾസ് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഈ ഒരു ഫേസ് വാഷാണ്. സോ ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാം. അതിനുശേഷം എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു മോയ്സ്ചറൈസർ ഉണ്ട്. ഇത്രയാണ് ഞാൻ രാവിലെ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ കമോൺ, ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന്.
ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ എന്നും രാവിലെ ഒന്ന് നോക്കൂട്ടോ പിമ്പിൾസിന്റെ കുറവുണ്ടോന്ന്. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ കുറവുണ്ട്, ഇതൊന്നും ആയിരുന്നില്ല, നല്ല കൂടുതലായിരുന്നു. ഇപ്പൊ മാർക്സും കുറവുണ്ട്. അപ്പൊ ഈ ഒരു ഫേസ് വാഷിനകത്ത് 100% ഡിറൈവ്ഡ് നീമാണ് അടങ്ങിയിട്ടുള്ളത്. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ പിമ്പിൾസ്. ഇത് പിമ്പിൾസ് നല്ല റെഡ്യൂസ് ചെയ്യും. മാത്രമല്ല ഇതിനകത്ത് ആന്റി ബാക്ടീരിയൽ ആക്ഷൻസ് ഉണ്ട്. ഇത് 99.9% ബാക്ടീരിയാസിനെ കൊല്ലും, നമ്മുടെ ഈ പിമ്പിൾസ് ഒക്കെ കോസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെ. അപ്പൊ നമുക്ക് ഫേസ് വാഷ് ചെയ്യാം അല്ലേ? അപ്പോൾ അപ്ലൈ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഫേസ് വാഷ് ചെയ്യുക, ഫേസ് വാഷ് എടുക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ജെന്റിൽ ഫേസ് വാഷ് ആണ് കേട്ടോ, സോപ്പ് ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ഇറിറ്റേഷനും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക ആൻഡ് ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. സോ എക്സ്പീരിയൻസ് പിമ്പിൾ ഫ്രീ ഹെൽത്തി സ്കിൻ വിത്ത് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. അപ്പം നമുക്കിനി പോയിട്ട് പുട്ടുണ്ടാക്കാതെ അവിടെ എന്തായാലും നോക്കട്ടെ. കമോൺ. എന്താണിത്? ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന്. ക്യാഷ് ബാക്ക് എന്തോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും കിട്ടൂല, അത് നോക്കണ്ട. ഉള്ള സമയം കൊണ്ട് വേഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശപ്പ് മാറും ചാമൂട്ടാ. എന്നാ ചെയ്യ ഗൈസ്. ഞാൻ കടല വെള്ളത്തിലിട്ടേക്കണ കാണിച്ചു. കടല കുറച്ച് കടലേ ഉള്ളൂ കേട്ടോ, ആകെ ഇച്ചിരി കടലല്ലേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർക്കും ഇത്രയും മതി അല്ല രാമുട്ടോ? എന്തായി എന്തായി എന്തായി? ഓയാ, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം. എന്താ തപ്പണേ? അത് നമുക്ക് പിന്നെ തപ്പാം. ഉണ്ടാക്കിക്കോ. ഒന്നുമില്ല, പുട്ടില് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്താ? അത് അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരുപാട് വെള്ളവും കൂടി പോകരുത്, ഒരുപാട് ഡ്രൈയും ആയി പോകരുത്, വേവത്തില്ലാന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ്സിൽ പുട്ടുപൊടിയിൽ എത്ര ഗ്ലാസ് വെള്ളം രാമുട്ടാ? ഒരു ഗ്ലാസ് വെള്ളം. ഇതാണ് ഇതിന്റെ ബാക്കിൽ എഴുതിയത്, ഞാൻ പറഞ്ഞൊന്നല്ല, ഇനി പറഞ്ഞോണ്ട് വരരുത്. എന്നാ ഉണ്ടാക്കിക്കോ. രാമുട്ടനുണ്ടോ ഗൈസ് പുട്ടുണ്ടാക്കുന്നത്? ഞാനാണ് കടന്ന ടീം. ഉപ്പിട് ഉപ്പിട് ഉപ്പിട്. ശരിക്കും ക്യാഷ് ബാക്ക് കിട്ടുവോ? ക്യാഷ് ബാക്ക് മാത്രം കാറുണ്ട്. ഇത് പൂജയാണോ ഓയാണോ പിടിക്കാത്ത? എവിടെ നോക്കിയാ ചെയ്യണേ? അവിടെ നിക്കേ. ഓ യാ ഗൈസ്, ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താണത്? ആകെ പൊടിക്ക് എത്രയാ? കടലക്കറി ഷാൻജിയോക്ക് സമയമായി. ഷാൻജി ഒന്ന് ലേറ്റ് ആണ് പണിയെടുക്കാൻ വരാനല്ലേ? കടലക്കറി ഷാൻജിയോന്റെ കടലക്കറി ഉണ്ട് ഗൈസ്. ഷാൻജി ഒന്ന് ലേറ്റ് ആണ് വരാൻ പണിയെടുക്കാൻ. ഇയാൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായി പോയിപ്പോ. ഷാൻജി പറയട്ടെ, പഠിക്കട്ടെ ഞാൻ കുഴക്കട്ടെ, പഠിക്കട്ടെ ഞാൻ കുഴക്കട്ടെ. ഇത് വെള്ളം കൂടി പോയാ? ഇല്ല, അത് കട്ടയോ വെള്ള പുട്ടുപൊടി ഒന്നും അറിയില്ല അല്ലേ? ഇത് പുട്ടുപോലെ തന്നെ ഉണ്ടല്ലോ. ഞാൻ പോയി കടലക്കറി ഇതൊക്കെ എന്ത് പുട്ട്? ഞമ്മളുണ്ടാക്കിയൊരു പുട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലൊക്കെ ഉണ്ടാവുമ്പോ. നമ്മള് രാവിലെ തുടങ്ങി. റിനാസ്കുമാരെ വിളിച്ചിട്ട് പറഞ്ഞു പുട്ട് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്, വേഗം ആക്കിക്കോന്ന് പറഞ്ഞു. നമ്മള് വെള്ളം ഒഴിക്കും, പൊടി കൂടും, പിന്നെ ഇതും കഴിക്കും, അവസാനം കൊറേ പുട്ടായി. എത്ര പേരുണ്ടായിരുന്നു? നമ്മളാകെ 4 പേരായിട്ട് ഉണ്ടായിരുന്നു. 10 രൂപയൊക്കെ തിന്നിട്ട് ഒരാഴ്ചത്തേക്ക് പുട്ടായിരുന്നോ? ഇല്ല, ഇനി ഈ ഉണ്ടല്ലേ ഈ സാധനത്തിൽ ഇട്ടിട്ട് ഇതിന് ആവിയൊന്നുമില്ല. ഓ, അതും കൊണ്ട് കളിച്ചു കൊറേ. പുട്ടിന്റെ പൊടി ശരിയായില്ലെങ്കിൽ ആവി വരൂല അല്ലേ? വെള്ളം കുടിക്കഴിഞ്ഞ എന്നാ നമുക്ക് ഇതൊന്നും ഇട്ട് നോക്കിയാൽ ആവി വരുമോ നോക്കിയിട്ട് പിന്നെ ചെയ്താൽ മതിയോ? ഓക്കെ ഗൈസ്, ലെറ്റ്സ് മേക്ക് കടല കറി. കടലയിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക, ദെൻ കുറച്ച് ഉപ്പിടുക. അപ്പൊ 3 കപ്പ് വെള്ളം ഒഴിക്കരുത്. 3 കപ്പ് വെള്ളം ഒന്നും ആവശ്യമില്ല, 2 കപ്പ് മതി. നമ്മുടെ അത്രയും 1.5 കപ്പ് മതി. നമ്മുടെ കടല കുറച്ചല്ലേ ഉള്ളൂ. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമില്, ബാക്കിയുള്ള 4 വിസിലും മീഡിയം ഫ്ലെയിമിലുമാണ്. ഷാൻജിയോ പറഞ്ഞത് എന്താണ്? തേങ്ങ വെള്ളം കുടിച്ചാ ഇതെങ്ങനെ റൗണ്ട് ആയിട്ട് മുറിച്ചു പോന്നാ? ഇവിടെ വാക്കത്തില്ല ഗൈസ്, നിലത്തിട്ട് പൊട്ടിച്ച. അപ്പൊ നമ്മുടെ കടല 5 വിസില് അടിച്ചു. അപ്പൊ പ്രഷർ പോണവരവിടെ ഇരിക്കട്ടെ അല്ലേ? ഞാനിവിടെ സവാള ഗിരി അവിടെ. ഇത് വായിലേക്കല്ലട്ടോ രാമൂട്ട പോണ്ടത്,
ചെന്ന് പോന്നെയാണ്, ഞാനായിട്ട് ചെയ്യുന്നില്ല. ഇതിനകത്ത് ഒന്നുമില്ല, വീണതാകെ എടുത്ത് തിന്നേക്കുന്നു. വീണില്ല. അതും എനിക്ക് സവാളയല്ല, വെളുത്തുള്ളിയാണ്. സവാള പോലും സവാള എനിക്ക് ഒട്ടും പറ്റാത്തോണ്ട് ഞാൻ എന്താ സവാള ഇതിലായിരുന്നു. വെളുത്തുള്ളി കണ്ടേരി ഞാൻ ആദ്യമായിട്ടാണെന്ന്. വെളുത്തുള്ളിയായി എനിക്ക് കണ്ടറിയും. അപ്പൊ അത്രയും ചെറുതുപോലും എനിക്ക് അത്രയും ചെറിയ ഇതുപോലെ എനിക്കിത് വന്നു. അപ്പൊ ഞാൻ ഉള്ളി എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത് അമ്മൂട്ട. ഈ മെഷീൻ തേങ്ങാപ്പാലൊന്നും ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. അവിടെ ഇതെടുത്തോ, എന്റെ തേങ്ങയാണത്. കളിക്കല്ലേ, ചരണ്ടിക്കോ ചരണ്ടിക്കോ. അവിടെ ചരണ്ടിക്കോ, സ്വന്തമായിട്ട് ചരണ്ടിക്കോ. നിന്റെ അല്ലേ കടലക്കറി. ഇല്ല, ഞാൻ തേങ്ങാപ്പുട്ടാ ഉണ്ടാക്കുന്നത്. ആ ചരണ്ട് 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 ചരണ്ട്. ഇതടുത്ത കാലത്തൊന്നും പുട്ടാവുന്ന എനക്ക് തോന്നില്ല കേട്ടോ. അതെ, വെള്ളം തിളച്ച് മറിയണം. ഇങ്ങോട്ട് വാ. നമ്മുടെ ആദ്യത്തെ പുട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഗൈസ്. തേങ്ങ ഇടാദ്യം. തേങ്ങ ഇട്ട് എനിക്ക് പുട്ട് തന്നെ ഉണ്ടോ, ദോശയായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ. ഫൈനലി നിറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, യെസ്. പക്ഷേ പുട്ട് കുലിക്കാൻ പാടില്ലെന്ന് പറയും. കുലുക്കി കഴിഞ്ഞാൽ ടൈറ്റ് ആയില്ലേ, അപ്പൊ ആവി വരില്ല. ഞാൻ ഫസ്റ്റ് കറിയാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ ആയി വരുമ്പോ, വെളുത്തുള്ളി ഒന്ന് ഏകദേശം ബ്രൗൺ ആയി വരുമ്പോ, കരിഞ്ഞില്ലേ? കരിഞ്ഞിട്ടൊന്നുമില്ല. ദിസ് ഈസ് ഗോൾഡൻ ബ്രൗൺ. കരിഞ്ഞ നിങ്ങളെ നാട്ടില് ഗോൾഡൻ ബ്രൗൺ ആണ്. ഓക്കെ, ഇതാകുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കാം. എന്റെ മോനെ പണ്ട് ഈ സാധനം ഇട്ടിട്ടൊരു ചാട്ടാണ് ചാടാറ്. ഫ്ലാഷ്. ചൂടായ എണ്ണയിലേക്ക് ഇപ്പൊ നോക്കി. ഓക്കെ, സവാള ഇട്ട് കൊടുത്തിട്ട് ഇനി സവാളയും ബ്രൗൺ ആവണം. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മറ്റേ ഡയലോഗ് കൂടി പറ. കടലിടാം. ഏതോ മസാലപ്പൊടി ഷാൻജിയോ വീട്ടിലുണ്ടാക്കിയതല്ലേ? ഗരം മസാല. ആ ഗരം മസാല, അതിന്റെ ലിങ്ക് ഞാൻ സ്ക്രിപ്റ്റ് അതുപോലെ പഠിച്ചിട്ട് വന്നിരിക്കും, എഴുതി പഠിച്ചിട്ട് ഷാൻജിയോടെ. ഗായ്സ്, ഇതൊന്ന് ബ്രൗൺ ആവട്ടെ, ഇതൊന്ന് പുട്ടാവട്ടെ. ഇവിടുന്നൊക്കെ ആവി വന്നു, ഇവിടുന്നൊക്കെ ആവി വന്നു. ആ കിടന്നൊന്നുമില്ല. ആയിട്ടുണ്ടാവും, ഓഫ് ചെയ്തോ. കണ്ടിരിക്കട്ടെ. ഓക്കെ, ആയിക്കാണൂല. ആദ്യത്തെ പുട്ട് അതതിൽ വെച്ചിട്ട് എടുക്ക്. ഇട്ടിട്, വേഗം കുത്തിയിട്. ചില്ലിട്ടില്ലേ? ആ ചില്ലിട്ടാ. ഓ, കുത്തിയിടാനുള്ള സാധനം ഇല്ലല്ലേ? എന്തെടുക്കും? ഈ ഇതും കൊണ്ട് കുത്തിയിട്ടാലോ? കത്തിങ്കി എന്തെങ്കിലും ഇട്ട് കുത്തിയിട്. നമ്മുടെ വിജയം. ഗൈസ്, പുട്ട് സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. യെസ് ഗൈസ്, നമ്മുടെ പൊടികളൊക്കെ മൂത്തിട്ടുണ്ട്. ഞാൻ പൊടി ഇട്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഇടയില്. ആമൂട്ടൻ ഇതിന്റെ ഇടയിൽ വരണം. നമുക്കിനി കടല. നല്ലോണം ഇളക്കി പിക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ തക്കാളി. വേപ്പിലയാ? കരിവേപ്പില. വേപ്പിലാന്നാ പറഞ്ഞ? വേപ്പിന്റെ ഇലാർന്ന മറ്റേ സാധനമാണ്. നീമാന്ന്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. നീമ അല്ലല്ല, കരിവേപ്പില. കറിവേപ്പിനെ ഇവള് വേപ്പിലാന്നാ കാശ് പറയാം. ഓക്കെ, അതാവട്ടെ. ആവുമ്പോ നമുക്ക് 2 കരിവേപ്പിലയും കൂടി ഇട്ടിട്ട്, കണ്ടിട്ട് തക്കാളി കൂടി വെച്ചിട്ട്, കുറച്ച് തേങ്ങാപ്പാലും കൂടി വെച്ചിട്ട്, പിന്നെ നമുക്ക് കടുക് വറക്കാം. എന്തൊക്കെ കറി ഏകദേശം സെറ്റ് ആയി. നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഓ,
പുട്ടിന് വേണമെങ്കിൽ ഉണ്ടാക്കാം, ഒരു 2 കുട്ടി കൂട്ടി ഉണ്ടാക്കട്ടെ, വെറുതെ രസം. ഓ സക്സസ് ആയതിന്റെ ഗായ്സ്. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മുടെ കടലക്കറി എത്തിയിരിക്കുകയാണ്. കുറച്ച് കറി ആയിരിക്കും ഇതിങ്ങനെ കടലാക്കണം വണ്ണം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാമെന്നാണ് ഷാൻജിയോ പറഞ്ഞു. ഗൈസ് അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറിയും റെഡി ആയിരിക്കുകയാണ്. ചിരിച്ചോണ്ടൊക്കെ വിളമ്പ്. എവിടെ കാണാനൊക്കെ ഭംഗിയുണ്ടല്ലേ. സൂപ്പർ. ഇല്ല എന്റെ ഫസ്റ്റ് ട്രൈ ആണ്. കണ്ടാ പറയൂല, കഴിച്ചിട്ട് എന്ത് പറയും. കഴിച്ചു ഞാൻ കഴിച്ചോക്കട്ടെ. എങ്ങനെയുണ്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് കഴിക്കൂ. പട്ടിണി കിടക്കൂല എന്നുള്ള കാര്യം ഞാൻ പണ്ടേ പറഞ്ഞ കാര്യമാണ്. ആദ്യമായിട്ട് വെക്കാണെന്ന് പറയത്തില്ല. പുട്ട് എങ്ങനെയുണ്ട്? നൈസ്. പുട്ട് പോലെയുണ്ട്. കൊള്ളാം, അടിപൊളി. അപ്പൊ ഗൈസ് ഞങ്ങൾ രണ്ടുപേരുടെയും പുട്ടും കടലക്കറിയും സക്സസ് ആയിരിക്കുകയാണ്. പുട്ടും കടലക്കറിയും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഇതാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് 10 for put I will give you 10. And out of kadalakari, out of 10 for kadalakari 8. എന്നാ നിനക്ക് ഇട്ടുള്ളൂ. അല്ലെങ്കിൽ പുട്ടിന് ഇത്തിരി വേവ് കുറവായിരുന്നു. നീ പറയണമെന്ന് എന്നാ കഴിയ വെച്ചോ. അപ്പൊ ഗൈസ് നമ്മുടെ പുട്ട് സക്സസ് ആയി. അപ്പൊ പുട്ട് സക്സസ് ആയി അഹങ്കാരത്തിൽ പറയല്ല, നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് സക്സസ് ആയി. ഗൈസ് പ്ലീസ് നോട്ട് പുട്ട് സക്സസ്. അല്ല പുട്ട് എനിക്ക് മാർക്ക് വരാത്ത എന്റെ പ്രശ്നമല്ല. പക്ഷെ നിങ്ങളത് കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും 10 out of 10 എനിക്ക് തന്നിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ റെഡിയാണ്. പുതിയ ന്യൂബി കപ്പിൾസ് നമ്മുടെ ട്രിക്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്, അത് കൈ വേറെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓൾസോ കമന്റ് ഡൗൺ ഏത് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. അല്ലേ, നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാ വീഡിയോ റെഫർ ചെയ്ത് ഞങ്ങൾ പറഞ്ഞു തരുന്നത്. ഗുണമുണ്ട്, കുറെ വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഏത് ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എന്താ വേണ്ടെന്ന് പറഞ്ഞു. പാസ്ത ആക്കട്ടെ, അടുത്ത പാസ്ത രാമൂട്ടിന് ഒറ്റക്കാക്കുന്നതായിരിക്കും. കറക്റ്റ് മാർക്ക് കൊടുക്കുന്നതായിരിക്കും. പകരം വീട്ടുകയാണ്. കണ്ടാ, ഇതാണ് സത്യം പറയുന്നതിന് വിലയില്ല ഗൈസ്. അപ്പൊ ബൈ.